ഷമീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വെച്ചിട്ടുള്ളത് കാളനാണ്. അടിപൊളി കാളനാണ് കേട്ടോ. ചേന കൊണ്ടുള്ള കാളനാണിത് കേട്ടോ. അപ്പോൾ ഈ കാളൻ നമ്മൾ വിഷുവൊക്കെ ആവാറായില്ലേ, നമുക്കിനി അധികം ദിവസമൊന്നും ഇല്ലല്ലോ വിഷുവിന് നമുക്ക് സദ്യ ഒരുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കാളനും കൂടി റെഡിയാക്കി നമുക്ക് കഴിക്കാം. അപ്പം ഈ വീഡിയോ നമുക്ക് കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഈ കമൻ്റ് ഇടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറുതെ കണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒന്ന് കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അപ്പം നമുക്ക് ഈ കറി എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. പോവാം വീഡിയോയിലേക്ക്. നമ്മളിന്ന് കാളനാണ് വെക്കാൻ പോകുന്നത്. കാളൻ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ചേന എടുത്തിട്ടുണ്ട്. നമ്മൾ ചേന മാത്രം വെച്ചിട്ടാണ് കാളൻ വയ്ക്കുന്നത്. നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര വെള്ളം മതി കേട്ടോ. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ചു കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊക്കെ എടുക്കാം. കുഞ്ഞൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ തൈര് മേടിക്കാൻ പോയിട്ട് തൈര് കിട്ടിയില്ല കേട്ടോ. ഇത് മോരാണതേ, കട്ടി മോര്. വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർത്ത് അരയ്ക്കണ്ട. അപ്പോൾ ഇതൊഴിച്ച് അങ്ങനെ അരച്ചെടുത്താൽ മതി. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം കേട്ടോ. നമ്മുടെ ചേന വെന്തിട്ടുണ്ട്. എന്ത് വെള്ളം പറ്റി നമുക്ക് അരച്ച് കൊണ്ടുവന്നത് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ തൈരല്ല നമ്മൾ മോരൊഴിച്ച് അരച്ച കാരണം കൊണ്ട് ആദ്യം വെള്ളമില്ല കണ്ടോ. വെള്ളം ചേർത്ത് അരച്ച് പിന്നെ നമ്മൾ മോരും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അത് കുറേ നേരം പിടിക്കും വറ്റി വരാനായിട്ട്. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ മോരാണെങ്കിലും നല്ല കട്ടിയുള്ള മോരാണ് നമ്മൾ ഒഴിച്ചത്. അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമില്ല, വെള്ളമൊന്നുമില്ല അധികം. നമ്മുടെ കാളനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിച്ച് കൊടുക്കാം. ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടി കുറുകി റെഡി ആയിട്ട് വരും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നു നമ്മൾ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായി. താളിപ്പൊഴിച്ച് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ചേന കൊണ്ടുള്ള കാള റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൻ്റെ കൂടെ കായ ഇട്ടിട്ട് നമ്മൾ മിക്കതും ചേനയും കായയും കൂടി ഇട്ടാണ് വെക്കാറ്. ഇത് ഞാൻ ചേന മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ചേന കൊണ്ടുള്ള കാള റെഡി ആയിട്ടുണ്ട്. അടിപൊളി കാളനാണ്.
എല്ലാവരും വിഷുവിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.